വാടക കാർ ബിസിനസ് ദുരുപയോഗം ചെയ്ത് സംസ്ഥാനത്ത് ക്രിമിനൽ സംഘങ്ങൾ വ്യാപകം. കൊലപാതകം, മയക്കുമരുന്ന് കടത്ത് തുടങ്ങി മിക്ക കുറ്റകൃത്യങ്ങളും പ്രതികൾ ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധമായി ഓടുന്ന റെന്റ് കാറുകളിലാണ്. വാടക കാറുകൾക്ക് പ്രത്യേക നമ്പർ പ്ലേറ്റ് വേണമെന്ന നിർദ്ദേശം പാലിക്കപ്പെടാത്തതിനാൽ വാഹനങ്ങൾ തിരിച്ചറിയാനും പ്രയാസമാണ്. കരമന അഖിൽ വധക്കേസ് പ്രതികളും ഉപയോഗിച്ചത് ഇതുപോലെ നിയമവിരുദ്ധമായി എടുത്ത വാടക കാറാണ്. 2012 മെയ് 4 TP ചന്ദ്രശേഖരനെ വധിക്കാൻ പ്രതികൾ ഉപയോഗിച്ച മാഷ അള്ള സ്റ്റിക്കർ പതിച്ച ഇന്നോവ കാറും വാടകയ്ക്കെടുത്തതായിരുന്നു. കറുത്ത നമ്പർ പ്ലേറ്റിൽ മഞ്ഞ നമ്പറുകളാണ് നിയമപരമായി രജിസ്റ്റർ ചെയ്യുന്ന റെന്റേ കാറുകൾക്ക് വേണ്ടത്. എന്നാൽ ഇങ്ങനെ റെന്റേ കാറുകൾക്കായി വ്യത്യസ്ത നമ്പർ പ്ലേറ്റുകളുമായി രജിസ്റ്റർ ചെയ്യുന്ന വാഹനങ്ങൾ കേരളത്തിൽ അപൂർവമാണ്. ഓണേഴ്സ് വാഹനങ്ങളാണ് യഥേഷ്ടം കൊള്ളലാഭത്തിനു വേണ്ടി നിയമവിരുദ്ധമായി വാടകയ്ക്ക് നൽകുന്നത്. ഇത് പ്രതികൾക്കും കാര്യങ്ങൾ എളുപ്പമാക്കുന്നു. ഏറ്റവും അവസാനം കഴിഞ്ഞ ദിവസം കരമനയിലെ അഖിൽ വധക്കേസ് പ്രതികളും വാടകയ്ക്കെടുത്ത കാറാണ് കൊലയ്ക്ക് ഉപയോഗിച്ചത്. സമീപകാലത്ത് തിരുവനന്തപുരത്ത് തന്നെ നിരവധി കൊട്ടേഷൻ സംഘങ്ങളും മയക്കുമരുന്ന് കടത്ത് സംഘവും യഥേഷ്ടം ഇത് തന്നെ ഉപയോഗിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇങ്ങനെ ഓണേഴ്സ് വാഹനങ്ങൾ വാടകയ്ക്ക് നിയമവിരുദ്ധമായി കൊടുക്കുന്നതിനെതിരെ ഒന്നും ചെയ്യാൻ മോട്ടോർ വാഹന വകുപ്പിനോ പോലീസിനോ കഴിയുന്നുമില്ല. വാഹന ഉടമയിൽ നിന്ന് വാഹനം വാടകയ്ക്ക് കൊണ്ടുപോകുന്നവർ എന്താവശ്യത്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് ഉടമ അറിയുന്നുമില്ല. കുറ്റകൃത്യം നടന്നു കഴിഞ്ഞാൽ കാർ കസ്റ്റഡിയിലെടുക്കുമെന്നല്ലാതെ വാഹന ഉടമ കേസിൽ പ്രതിയാകാറുമില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിയമവിരുദ്ധമായ റെന്റേ കാർ ബിസിനസ് പൊടിപൊടിക്കുകയും അത് ക്രിമിനലുകൾക്ക് കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കുകയും ചെയ്യും. ഓണേഴ്സ് വാഹനങ്ങൾ വാടകയ്ക്ക് കൊടുക്കുന്നു എന്ന് തെളിയിക്കൽ മോട്ടോർ വാഹന വകുപ്പിനും പോലീസിനും എളുപ്പമല്ല. ഒരു സുഹൃത്തിന് കൈമാറിയതാണെന്ന് പറഞ്ഞാൽ അത് അധികാരികൾക്ക് വിശ്വസിക്കേണ്ടി വരും. ഈ പഴുതാണ് കേരളത്തിലെ ക്രിമിനലുകൾ ഉപയോഗിക്കുന്നത്. റിപ്പോർട്ടർ TV പ്രസാദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.